ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫണ്ണോളജി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഖലീഫ എടുത്തുകൊണ്ട് ആദ്യോഗിക്ക് പിടിപ്പിക്കലാണ്. അപ്പോൾ ഖലീഫ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ബാക്കി ഗെയിമിൽ ചെന്നിട്ട് കാണാം. നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ആദ്യോഗിയിലേക്കാണ് ഖലീഫയും കൊണ്ട് പോണത്. മാസമായിട്ടാണ് പോകണത്. മാസമാണെങ്കിൽ വണ്ടിയുടെ സസ്പെൻഷൻ അടിപൊളിയാണ്. നമ്മുടെ വണ്ടിയപ്പോൾ ഖലീഫയാണ്. നമ്മളപ്പോൾ ഈ ബസ് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം. എല്ലാവരും പോയി മസ്റ്റായിട്ട് കാണാം. നമ്മളതിനകത്ത് കൊമ്പനാണ് ഡൗൺലോഡ് ചെയ്യണത്. സെയിം മെത്തേഡ് തന്നെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ബസ് ഡൗൺലോഡ് ചെയ്യുക. വണ്ടികളൊക്കെ രക്ഷില്ല, ഈ ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് അവിടെ ഒരുത്തം കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയി മതിലുമ്പ ചാർത്തിയിട്ടുണ്ട്. അത് കാരണം നിൽക്കുന്ന ട്രാഫിക്ക് ലൈക്ക് ചെയ്യാൻ സബ് ചെയ്യാൻ സപ്പോർട്ട് ഓടിക്കാറുണ്ട്. നമുക്ക് അത്ര അറിയാൻ പാടില്ല, അതൊന്നും പ്രശ്നമല്ല. അപ്പം നമ്മുടെ ജയ്ഗുരു ഓടിച്ച കുട്ടാപ്പി ചേട്ടൻ തന്നെയാണ് നമ്മുടെ ഖലീഫ ഓടിക്കാനും. അത് കാരണമാണ് ഇങ്ങനെ പോകുന്നത്. ഏറ്റവും അവസാനം കുട്ടാപ്പി ചേട്ടൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട്, എല്ലാവരും കാണുക. ഒക്കെ പോകുമെന്ന് അറിഞ്ഞുകൂടാ, അത് വേറെ കാര്യം. മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തിട്ട് ആംബിയൻസ് ഒക്കെ മാറി. ഈ മാപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാപ്പൊക്കെ രക്ഷയില്ല, പറയണമെന്നില്ലല്ലോ. മാപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ മതി. മാപ്പ് നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പറഞ്ഞില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. അവിടെ എത്തുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങളപ്പോൾ ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ അടുത്ത ഏത് ഗെയിം അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. അടുത്തത് ഏത് ബസ്സിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്ന് നിങ്ങൾ പറയണം. എന്ത് വണ്ടി വേണമെന്ന് പറയണം. അതെടുക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ബുഗാട്ടി പറഞ്ഞാൽ ബുഗാട്ടിന് ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് എന്ത് വേണം, എൽ സി വേണമെങ്കിൽ എൽ സി പറയാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി ഇത് പറഞ്ഞാൽ ഞങ്ങൾ അത് എടുത്തിരുന്നില്ല. ലോകത്തുള്ള ഏതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി അപ്പോളോ വേണമെങ്കിൽ അപ്പോളോ ഇറക്കുന്നതായിരിക്കും നമ്മൾ. നിങ്ങൾ പഴം തിരികെ വെച്ചിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. പഴമൊക്കെ നമ്മളപ്പോൾ മാസമായിട്ട് ഹെയർപ്പിനൊക്കെ ഇറങ്ങുകയാണ്. മിക്കവാറും മഞ്ച് കണ്ടിട്ടും എന്നാലും ലൈഫ് ഗ്യാരണ്ടിയാണ്. നല്ലൊരു പ്രതീക്ഷയാണ്. ഇതിൻ്റെ ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വണ്ടിയുടെ ബുക്കുണ്ടല്ലോ, രക്ഷയില്ല, മാസിൻ്റെ അപ്പം. അപ്പം നിങ്ങൾക്ക് ബല്ല് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ബല്ല് ചെയ്യാമെന്ന്. കുട്ടാപ്പിച്ചേട്ടന് ഒരാളെ പറയാൻ ഇഷ്ടമില്ല. കുട്ടാപ്പിച്ചേട്ടന് ബല്ല് ചെയ്യാന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടാപ്പിച്ചേട്ടൻ അങ്ങോട്ട് തരിച്ച് കയറും. തരിച്ച് കയറിയാൽ പിന്നെ കുട്ടാപ്പിച്ചേട്ടൻ പണ്ടത്തെ മാസമായിരുന്നു. ഇപ്പോൾ പക്ഷേ അതാണ് ഇപ്പോൾ വണ്ടി ഓടിച്ച് കുട്ടാപ്പിച്ചേട്ടൻ എക്സ്പീരിയൻസ് ഡ്രൈവറാണ്. നമ്മളെ കണ്ടിരിച്ച റോഡിന് അപ്പോഴും ഡാമേജ് വെച്ചിട്ടുള്ള നമ്മുടെ വണ്ടിക്ക് തന്നെയാണ്. അതാണ് ഹൈലൈറ്റ്. തല്ലിത്തകരുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുമെന്നൊരു ഡൗട്ടാണ്. നമുക്ക് അനുഭവം കിട്ടുന്ന വിചാരിക്കണം. ഇങ്ങനെയൊക്കെ വളഞ്ഞിങ്ങനെ പോയി. ഇവിടെ ഈ റോഡ് മൊത്തം കുഴിയായത് കാരണം വണ്ടിയുടെ അടിയൊക്കെ റോട്ടിൽ തട്ടണയാണ് കൈ. എന്നാലും നിർത്താണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും നമ്മുടെ വണ്ടിയുടെ ബോഡി കിറ്റിന് നല്ല ഡാമേജ് എത്തുമ്പോഴത്തേക്ക് ഉള്ളിൽ DJ ലൈറ്റ് ആകുമ്പോൾ ഓണാക്കിയിട്ടുണ്ട്. DJ ലൈറ്റ് കാട്ടിത്തരാം. കണ്ടോ കണ്ടോ ഗൈസ്, DJ
കുട്ടാപ്പി ചേട്ടൻ ഇരുന്നാട് ശ്രദ്ധിക്കാണ്. ഇപ്പം രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. മഴയൊക്കെ മാറി ഇപ്പോൾ കുട്ടാപ്പി ചേട്ടന് കണ്ണൊക്കെ ഒന്ന് ക്ലിയറായി കാണാൻ ഗൈസ്. അങ്ങനെ പുതിയ മാപ്പിലേക്ക് നമ്മൾ വരുന്നുണ്ട്. സ്ഥലം ഏതാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സ്ഥലമൊക്കെ എത്തിയിട്ടുണ്ടെന്നാ വന്ന റോഡൊക്കെ മാറി പയ്യൻ മഞ്ഞിലേക്ക് കയറിയുണ്ട്. അവസാനം ആദ്യോഗിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പുറത്തെ വ്യൂ കാണാം നമ്മുടെ വണ്ടിയുടെ. ഇവിടെ നല്ല ഡാമേജ് ആകുന്നു. വണ്ടിയിൽ അങ്ങനെയൊന്നും ഇരിക്കൂല. കുട്ടാപ്പി ചേട്ടനാണ് ഓടിക്കണത്. നമ്മുടെ കുട്ടാപ്പി റോങ് സൈഡിലിട്ടാണ് നടക്കണത്. സ്റ്റിയറിംഗ് ഒക്കെ അറിയൂരി പോലും. അവിടെ ചെന്ന ഒരു ഡാൻസ് ഉണ്ട്, അങ്ങനെ മറക്കാണ്ട് കാണാം. ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല അവിടെ എത്തുന്നു. അവര് പേടിച്ചായിരിക്കണത്. കുട്ടാപ്പി ചേട്ടൻ ഇവിടെ സപ്പോർട്ടിലായിരിക്കണം. അവരെ LIC എടുത്തിട്ടുണ്ട് എല്ലാവരും. അതാണ് പിന്നെ തീയില്ല. കുട്ടാപ്പിക്ക് ബസ് പോയാൽ പുല്ലാണ്, അത് വേറെ കാര്യം. അവർക്ക് തിരിച്ചു കിട്ടാൻ ഉണ്ടാവില്ല. കുട്ടാപ്പി ബസ് പോയാൽ ബാക്കിയുള്ള വണ്ടികളൊക്കെ ആ ബസ്സൊക്കെ നമുക്ക് വെടിയിടിച്ച് തള്ളിയിടാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല. ഇല്ലെങ്കിൽ അവനൊക്കെ പണ്ടേ കുക്ക് ചെയ്യണേനെ. 2 രൂപ കൊടുത്തിട്ട് ഇവനെ തള്ളി കൊക്ക് ചെയ്തിട്ടാണ് പാവമില്ല. വിട്ടളയാൻ നമ്മളുടെ ഫ്രണ്ടിൽ മാറുന്നില്ല. ഗൈസ് നമ്മ ഓവർടേക്ക് നമുക്കൊന്നും പറ്റിയില്ല. കുട്ടാപ്പി അൺഎൻഡിങ് സസ്പെൻസ്, ഹൈ വോൾട്ടേജ് ആണ് കുട്ടാപ്പി. ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങിത്തിരുന്നൊരു ഐഡിയ ഇല്ല. അതായിരിക്കും ഒരു വൈബ്. ഈ ചുറ്റിനും കുറെ വാഴത്തോട്ടമൊക്കെ കാണാൻ നമുക്ക്. വാഴയിലെ വണ്ടി ഓടിക്കണം. അപ്പൊ വാഴത്തോട്ടം ഇതെങ്ങനെ നമ്മ മഞ്ഞിന്റെ സ്ഥലമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ ആദ്യോഗി എത്താറായി ഗൈസ്. അതിപ്പോ പെരയും അതൊക്കെ കാണാറുണ്ട്. നമുക്കിവിടെ ചായക്കട, പാൻ മസാലക്കട ഒക്കെ കാണാം. കുട്ടാപ്പി ചേട്ടന് ചെറുതായിട്ട് ചായ കുടിക്കാമെന്നാ പറയണത്. ഞാൻ നിർത്തി കൊടുക്കാറില്ലല്ലോ. ഇത്ര ഹൈ റേഞ്ച് ടെൻഷൻ അടിച്ച് ഇറങ്ങിയല്ലോ. കുട്ടാപ്പി ചേട്ടന് ടെൻഷൻ ഉണ്ടായില്ല. പക്ഷെ ഹൈ റേഞ്ച് ഇറങ്ങിയതിൻ്റെ പേരിൽ ചായ കുടിക്കാനൊന്നും നിർത്തി ഇവിടെ. അതെ, ഇവിടെ നിർത്തിയേക്കാം. പോസ്റ്റിനോട് ചേർത്ത് നിർത്താം. കുട്ടാപ്പി ചേട്ടന് ഷോക്ക് അടിക്കാണ്ടിരുന്നാൽ മതി. എന്തായാലും പോയി ചായ കുടിച്ചിട്ട് വരാം. കുട്ടാപ്പിയാണിത്. കുട്ടാപ്പി മോളിൽ ചെന്നിട്ട് ഒരു ഡാൻസ് ഉണ്ടാകണതാണ്. മാസ് ഡാൻസ് ആയിരിക്കും. കുട്ടാപ്പി ചേട്ടന് ചാടാനായിട്ടുള്ള ആരോഗ്യം. ഇവിടെ സീറ്റ് ഉണ്ടല്ലോ. അയ്യോ, കുട്ടാപ്പി ചേട്ടൻ്റെ കുണ്ടിയുള്ളി സീറ്റ് ആയിരുന്നില്ല. അത് ദോശ ഇടാനായിട്ടുള്ള തവയിരുന്നത്. കുട്ടാപ്പി ചേട്ടൻ ചായ കുടിച്ചിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി അടുത്തേക്ക് പോവാം. നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് എത്താനുള്ള അവിടെ ഒരു ഡാൻസ് ഉണ്ട്, അത് കാണാൻ മറക്കരുത്. അവിടെ ചെല്ലുമ്പോൾ ഡാൻസ് ഉണ്ട്, നമുക്ക് ആദ്യം നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫോർച്യൂണർ ഡാമേജ് ആയി കിടക്കുന്നുണ്ട്. വണ്ടിയുടെ ആക്സിഡന്റ് ഓടിക്കാൻ തോന്നുന്നുണ്ട് ഇതുവരെ ഇറങ്ങി വന്നിട്ട്. അതിന് നമ്മൾ മൈൻഡാക്കാതെ പോകുന്നു. ഖലീഫ ഏത് കാറ്റിക്കൂടിയും പോയി. ഖലീഫയ്ക്കെല്ലാം ആനമയിലൊട്ടകമാണ്. അങ്ങനത്തെ പ്രതീക്ഷ സാധനം മുന്നേറണം. ഈ വഴിയൊക്കെ ഖലീഫ വരെ കയറുന്നില്ല. 50 കയറാൻ പാടും. നമ്മളടുത്ത ഏത് ബസ്സായിട്ട് വന്നെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ബസ്സായിട്ട് നമ്മൾ വന്നായിരിക്കും. എവിടെ ബ്ലോക്കാക്കി, മണ്ടന്മാര് ബ്ലോക്കാക്കി. പിന്നെ ഡേക്കുടി എടുത്തുകൊണ്ടു പോകാം ഖലീഫ്. അമ്മമാരവിടെ കിടന്ന് ഹോണടിച്ചൊരു വഴിയാണ്. അവിടെ വണ്ടിയാണെങ്കിൽ അടി തട്ടി ഒരു വഴി. ഓ ഗൈസ്, ആദിയോഗിയിലെത്തി. അങ്ങനെ ആദിയോഗിയിലെത്തി. കണ്ട ഭംഗി കണ്ട ഗൈസ്. കണ്ട അപ്പോൾ എന്തായാലും അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് ആദിയോഗി അടുത്തോട്ടെ ബാക്കി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദിയോഗി. ആദിയോഗിയിലോട്ട് കയറിയാണ് ഗൈസ്. ആദിയോഗി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ബസ്സിൻ്റെ സസ്പെൻഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ബെല്ലേക്കനൊക്കെ അടിച്ച് പൊട്ടിച്ചേക്ക്.
അവിടെ ബസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കുത്തിക്കയറ്റാം. ബസ് നൈസായിട്ട് അടി 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 തട്ടി അടി തട്ടി ഒരു വഴിയായി ബസ്. പക്ഷെ ഖലീഫൊക്കെ ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മ കുട്ടാപ്പിച്ചേട്ടൻ്റെ ഡാൻസ് നിങ്ങൾ കാണാറായി. കുട്ടാപ്പിച്ചേട്ടൻ അപ്പോൾ ബസ് ഇവിടെ നൈസായിട്ടുണ്ട്. ഈ ഒരു ബസ്സിനോട് ചേർത്ത് അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തിരി കൂടി ഒന്ന് മര്യാദക്കുള്ള പാർക്കിംഗ്. 1 hour later. കുട്ടാപ്പിച്ചേട്ടൻ്റെ ബസ് പാർക്കിംഗ് ചിത്രമുള്ളൂ. കുട്ടാപ്പി ഇറങ്ങി. കുട്ടാപ്പി കൈ കെട്ടിക്കണോ ഗൈസ്. ഓ മാസ് കാണുന്നുണ്ട്. കുട്ടാപ്പി എന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് ആണ്. ഇവിടെ ചെന്നിട്ടൊരു ഡാൻസ് കാണാം. ആദ്യം കുട്ടാപ്പി അലോഡാണെന്ന് അറിഞ്ഞൂടാ. ഓ കുട്ടാപ്പിക്ക് കേറാൻ പറ്റുന്നുണ്ട് ഗൈസ്. കേറി ഗൈസ്. കുട്ടാപ്പിയായി കേറുന്നുണ്ട്. ഓ കേറി ഗൈസ്. മാസിന്റെ ശിവന്റെ കൂടെ കുട്ടാപ്പിയും വന്നിട്ടുണ്ട് ഇവിടെ. നമ്മപ്പ ആദിയോഗിയുടെ സ്റ്റാച്ചുവിന്റെ മുകളിലാണ് ഇപ്പൊ. അത് നമ്മ കയറി ജസ്റ്റ് താഴേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് സ്റ്റാച്ചു ഒന്ന് കാട്ടിത്തരാം. പിന്നൊരു ഡാൻസ് ഉണ്ടാവണം. പിന്നൊരു ഡാൻസ് ഉണ്ടാകുന്നതാണ്. നമുക്ക് സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് ഡാൻസ് കളിക്കാം. അതിൽ നടക്കേ നിന്ന് ഡാൻസ് കളിക്കാം. മാസിന്റെ അപ്പൻ. ഇതാണ് ഗൈസ് കുട്ടാപ്പിയുടെ ഡാൻസ്. കുട്ടാപ്പിയുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.